നമസ്കാരം. ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് സർവ്വതും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുന്നവരാണ് അല്ലേ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ, നിന്റെ അനുഗ്രഹം എന്നിലേക്ക് എത്തണേ എന്ന്. എന്നാൽ സത്യം എന്താണെന്നറിയാമോ? പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മൾ അറിയാതെ നമ്മളെ ഒന്ന് തലോടാനും ആ പ്രശ്നങ്ങളെ ഒന്ന് മാറ്റിത്തരാനും ഭഗവാൻ അരികിൽ നിൽക്കുന്നുണ്ടാകും. പക്ഷേ നമ്മളത് തിരിച്ചറിയാറില്ല എന്ന് മാത്രം. പകരം, എൻ്റെ ദൈവമേ, നീ എന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ പരാതി പറയാറുമുണ്ട്. പക്ഷേ തൊട്ടരികിൽ ഒരു പുഞ്ചിരിയോടെ ഭഗവാൻ നിൽക്കുന്നുണ്ടാകും. മകനെ അല്ലെങ്കിൽ മകളെ, നിന്റെ സങ്കടങ്ങൾ മാറാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് ഭഗവാൻ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. നമ്മൾ വെറുതെ ആകുലപ്പെടുകയാണ്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ കൃത്യസമയത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയേശ്വരൻ കൂടിയാണ് നമ്മുടെ മുരുകപ്പെരുമാൾ. ഭക്തി പൂർണ്ണമാകണമെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ദാഹിക്കുമ്പോൾ നമ്മൾ കുടിക്കുന്നത് വെള്ളമാണെന്ന് നമുക്ക് അറിയാമല്ലോ. അതുപോലെ ഭഗവാൻ കൂടെയുള്ളപ്പോൾ അതൊന്ന് അറിഞ്ഞാലോ? അത് നൽകുന്ന സന്തോഷം, ആ നിർവൃതി, അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അത് അനുഭവിച്ചു തന്നെ അറിയണം. നമ്മൾ ആത്മാർത്ഥമായി ഭജിച്ചാൽ വേൽമുരുകൻ നമ്മുടെ കൂടെ നിന്ന് ഏത് പ്രശ്നവും തീർത്തു തരും. അത് പല അനുഭവസ്ഥർക്കും അറിയാവുന്ന കാര്യമാണ്. ഭഗവാൻ നമ്മുടെ അരികിലുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന് കാണിക്കുന്ന പ്രധാനപ്പെട്ട 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതിൽ പലതും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോയതുമാകാം. ശരി, നമുക്കിനി ആ ലക്ഷണങ്ങൾ ഓരോന്നായി എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മയിലുകളുടെ സാന്നിധ്യമാണ്. നമ്മുടെ വീട്ടുമുറ്റത്തോ പരിസരത്തോ ഒന്നോ അതിലധികമോ മയിലുകൾ വരിക, അവിടെ ചുറ്റിത്തിരിയുക എന്നൊക്കെ കണ്ടാൽ ഉറപ്പിച്ചോളൂ, ഭഗവാന്റെ വാഹനം വന്നെത്തിയിരിക്കുന്നു. അതായത് ഭഗവാൻ നിങ്ങളുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ ദോഷങ്ങൾ മാറ്റാനും വരാനിരിക്കുന്ന ആപത്തുകളെ തടുക്കാനും ഐശ്വര്യം നൽകാനും ഭഗവാൻ അരികിലുണ്ട് എന്നതിൻ്റെ വലിയൊരു സൂചനയാണിത്. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു മയിൽപ്പീലി സമ്മാനമായി തന്നാലും ഇതേ ഫലമാണ്. പ്രത്യേകിച്ച് ആ മയിൽപ്പീലിയുടെ ചുവട്ടിൽ ഒരു ചുവന്ന ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം തന്നെയാണ്. 2ാമത്തെ കാര്യം വേൽ കാണുക എന്നതാണ്. നമ്മൾ വല്ലാത്തൊരു മാനസിക വിഷമത്തിൽ നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയം, ആ നേരത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ മറ്റോ അപ്രതീക്ഷിതമായി ഒരു വേലിൻ്റെ രൂപം കാണുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വേൽ കൊണ്ടുപോകുന്നത് കാണുന്നു. ഇത് ഭഗവാൻ തരുന്ന ഒരു ഉറപ്പാണ്. നീ പേടിക്കേണ്ട, നിന്റെ പ്രശ്നങ്ങൾ ഞാൻ തീർത്തു തരാം എന്നൊരു വാക്ക്. ആ വേൽ കാണുമ്പോൾ തന്നെ മനസ്സിന് നമുക്കൊരു ധൈര്യം കിട്ടും. 3ാമതായി സ്വപ്നദർശനം. പളനിമലയോ തിരുച്ചെന്തൂരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരറിയാത്ത ഏതെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളോ സ്വപ്നത്തിൽ വരുന്നത് വളരെ നല്ലതാണ്. ഭഗവാൻ നിങ്ങളെ അവിടേക്ക് ക്ഷണിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ സമയം കിട്ടുമ്പോൾ ആ ക്ഷേത്രങ്ങളിൽ ഒന്ന് പോയി തൊഴുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. 4ാമത്തെ കാര്യം വളരെ വിചിത്രവും എന്നാൽ അത്ഭുതകരവുമാണ്. അപരിചിതരുടെ സഹായം. നമ്മൾ എവിടെയെങ്കിലും വഴിതെറ്റി നിൽക്കുമ്പോഴോ തീരെ നിവൃത്തിയില്ലാതെ വിഷമിക്കുമ്പോഴോ അപരിചിതനായ ഒരാൾ വന്ന് നമ്മളെ സഹായിക്കുന്നു. ചിലപ്പോൾ വെള്ളം തന്നതാകാം, അല്ലെങ്കിൽ വഴി കാണിച്ചു തന്നതാകാം,
അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായമാകാം, അങ്ങനെ എന്തുമാകാം. ആ വ്യക്തിയോട് പേര് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മുരുകൻ എന്നോ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും പേരോ ഒക്കെ ആയിരിക്കും പറയുക. സഹായിച്ചു കഴിഞ്ഞ് ആ വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്യും. ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെ വേഷം മാറി വരുന്നതാണോ അതോ ഭഗവാൻ അയച്ച ദൂതനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അതിൻ്റെ വില നന്നായി മനസ്സിലാകും. 5-ാമത്തെ ലക്ഷണം കാവടി സ്വപ്നം കാണുന്നതാണ്. ഉറക്കത്തിൽ കാവടിയോ കാവടി ഘോഷയാത്രയോ കാണുന്നത് മുരുക സാന്നിധ്യം കൂടെയുണ്ടെന്നതിൻ്റെ ഉറച്ച തെളിവാണ്. പ്രത്യേകിച്ച് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇത് കാണുന്നതെങ്കിൽ ആ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു മോചനം ഭഗവാൻ നൽകും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. 6-ാമതായി അപ്രതീക്ഷിതമായ ഊർജം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാവടിയാട്ടം നേരിട്ടോ അല്ലെങ്കിൽ ടിവിയിലോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഒരു വിറയലോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ഒരു എനർജി കയറിപ്പോകുന്ന പോലെയോ തോന്നാറുണ്ടോ? രോമാഞ്ചം വരിക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഏകദേശം അതുപോലെ തന്നെ. അത് ഭഗവാന്റെ വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ഭക്തിയുടെ ആവേശത്തിൽ ഭഗവാൻ നമ്മളെ തൊടുന്ന നിമിഷമാണ് അത്. ഇനി 7-ാമത്തെ കാര്യം, നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി മുരുകനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദീപനാളം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ചിലപ്പോൾ ഒരു വേലിൻ്റെ ആകൃതിയിൽ കാണാം. ആ നാളത്തിൻ്റെ അറ്റം വേൽമുന പോലെ കോർത്തിരിക്കും. അത് വളരെ അപൂർവവും എന്നാൽ അതീവ ശ്രേഷ്ഠവുമായ ലക്ഷണമാണ്. പ്രാർത്ഥന ഭഗവാൻ കേട്ടു, ഭഗവാൻ അവിടെ സന്നിഹിതനാണ് എന്നതിൻ്റെ നേരിട്ടുള്ള ഒരു തെളിവാണ് ആ ദീപം. ഈ പറഞ്ഞ 7 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതൊന്നും കണ്ടില്ലെങ്കിലും വിഷമിക്കേണ്ട. ഉള്ളുരുകി വിളിക്കുന്ന ഭക്തന്റെ കൂടെ എന്നും ആ ഷൺമുഖൻ ഉണ്ടാകും. ആ സാന്നിധ്യം തിരിച്ചറിയാനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആത്മീയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.